വളരെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ അസുഖം നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. പണ്ട് US-ലും കാനഡയിലും ഒക്കെ കോമൺ ആയിരുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലും വളരെയധികം കോമൺ ആയി കാണപ്പെടുന്നു. സ്ട്രോക്കിന് സമാനമാണ് ലക്ഷണങ്ങൾ. വിശദമായി മനസ്സിലാക്കാം. നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ശ്യാംലാൽ, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, ഒപ്പം അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ഫ്രം കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഡോക്ടർ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് MS എന്നാണ് ഇതിനെ നമ്മൾ ചുരുക്കി പറയുന്നത്. കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ സ്ട്രോക്കിന് സമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്. അഞ്ജലി പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ തലച്ചോറിലെയും സ്പൈനൽ കോഡിലെയും നാഡീകോശങ്ങൾക്ക് ഒരു ആവരണമുണ്ട്. അതിനെയാണ് നമ്മൾ മയലിൻ എന്ന് പറയുന്നത്, മയലിൻ ഷീത്ത് എന്ന് പറയും. അതിനകത്തൂടെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാൻസ്മിഷനാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും പ്രവർത്തനം. ഈ മയലിന് ഡാമേജ് ഉണ്ടായി ഡീമയലിനേഷൻ സംഭവിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡീമയലിനേറ്റിംഗ് ഡിസീസസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആട്ടോ ഇമ്മ്യൂൺ. ആട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിയിലെ നാഡീകോശങ്ങളുടെ ആവരണങ്ങൾക്ക് എഗൻസ്റ്റ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് നശിപ്പിക്കുന്നതിനാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ടാകുന്നത്. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞു. സ്ട്രോക്ക് എല്ലാവർക്കും അറിയാം. തലച്ചോറിലെ രക്തധമനികൾക്ക് അടവോ അല്ലെങ്കിൽ രക്തക്കൊള്ളികൾ പൊട്ടുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. അതിന്റെ പോലെയുള്ള സിംറ്റംസ് ഒക്കെ തന്നെയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിലും വരുന്നത്. പക്ഷേ സ്ട്രോക്ക് എപ്പോഴും ഒരു പ്രായമായ ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഡിസീസാണ്. വേറെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എപ്പോഴും ചെറുപ്പക്കാരായ ആൾക്കാരിലാണ് കാണുന്നത്. എസ്പെഷ്യലി സ്ത്രീകളിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതായത് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. എന്നാലും ഏറ്റവും കോമൺ ആയിട്ട് ഒരു 20-25 വയസ്സായ യങ് ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കാണുന്നത്. പ്രധാന സിംറ്റംസ് 4 സിൻഡ്രംസ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ പറയുന്നത്. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുക, 2 നമ്മൾക്ക് നടക്കുമ്പോൾ ബാലൻസ് ഇല്ലാതെ പോലെ വരിക, പിന്നെ നമ്മളുടെ അരയ്ക്ക് താഴെ അല്ലെങ്കിൽ കഴുത്തിന് താഴെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിൽ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന ഏരിയ ഇൻവോൾവ് ചെയ്യുന്നതിന്റെ പാട്ടായിട്ട് നമ്മൾ രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ മുഖത്തിന്റെ ഒരു സൈഡ് അതിശക്തമായ വേദന, ഷോക്ക് അടിക്കുന്ന കണക്കുള്ള പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് വരുന്നത്. ഇതാണ് പ്രധാനമായിട്ടുമുള്ള മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന്റെ പ്രസന്റിംഗ് സിംറ്റംസ്. ഇപ്പോൾ പൊതുവെ ലക്ഷണങ്ങൾ അതിന് മുമ്പേ നമ്മൾ കാണിച്ചു തുടങ്ങുമെന്നാണ് കേട്ടിട്ടുള്ളത്. സ്ട്രോക്ക് ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ബോഡി കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതെ, ഈ സ്ട്രോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൈപ്പർ അക്യൂട്ട് ഓൺസെറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നിന്ന നിപ്പിൽ നമ്മുടെ ഒരു സൈഡ് അങ്ങ് സ്തംഭിച്ചു പോകുക. മെജോറിറ്റി ഓഫ് സ്ട്രോക്സും അങ്ങനെയാണ്. വാസ്കുലാർ ഇവന്റ്സ് എന്ന് പറയും, ഹൈപ്പർ അക്യൂട്ട് ഓൺസെറ്റ് എന്ന് പറയും. അതേസമയം ഡീമൈലിനേറ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു അക്യൂട്ട് ഓൺസെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സ്ലോ ആയിട്ട് ഇപ്പം നമ്മളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാഴ്ചശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ണിന് ചെറിയ വേദന, കണ്ണ് ചലിപ്പിക്കുമ്പം വേദന, കാഴ്ചയിൽ ചെറിയ ചെറിയ ഏരിയാസിൽ, വിഷന്റെ ചെറിയ ചെറിയ ഏരിയാസിൽ കുറച്ച് ഏരിയാസ് മാത്രം ബ്ലാക്ക് ആയിട്ട് കാണുക. ഇങ്ങനെ വന്ന് അത് ഗ്രാഡുവലി വിഷൻ ലോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു അരയ്ക്ക് താഴെ സ്തംഭിച്ച് വരുന്ന പാരാപ്ലീജിയ എന്നൊക്കെ നമ്മൾ പറയും, കോട്രിപ്ലീജിയ, പാരാപ്ലീജിയ. ആദ്യം ചെറിയ ബലക്കുറവ് പോലെ വന്ന് അത് ഗ്രാഡുവലി കൂടി ബലക്കുറവായിട്ട് വരികയോ അല്ലെങ്കിൽ കൈകാലുകൾക്കുള്ള മരവിപ്പ് പോലുള്ള സിംറ്റംസ് ആയിട്ട് വരികയോ ചെയ്യും. അത് ഒരു സ്ലോ എവല്യൂഷൻ ആയിരിക്കും. ഒരു 2 to 3 ഡേയ്സ് കൊണ്ടാണ് ഈ സിംറ്റംസ് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ, ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യണം. ബിക്കോസ് അതിന് ഈ നമ്മൾ സ്ട്രോക്കിന് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഒരു ഉള്ളിയുടെ തൊലി ഇളകി പോകുന്ന പോലെയാണ് ഈ ഞരമ്പിന്റെ കോട്ടിംഗ് പോകുന്നത്. അപ്പോൾ അത് ഇളകി തുടങ്ങുമ്പോഴേ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഡിസബിലിറ്റി കുറവായിരിക്കും. ഇപ്പോൾ വെള്ളക്കാരുടെ അസുഖം എന്നാണ് MS പൊതുവെ പറയുന്നത്. അപ്പോൾ നിറവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അസുഖത്തിന്? അല്ല, യൂഷ്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ, മെഡിറ്ററേനിയൻ ഏരിയാസിലല്ലാതെ നമ്മുടെ യൂറോപ്പ്, കാനഡ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സൗത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെയാണ് നേരത്തെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള വൈറ്റ് ബ്ലോൺ ഫീമെയിൽസിലാണ് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഇന്ത്യയിലും ഇത് വളരെ കോമൺ ആണ്. പക്ഷേ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് കൂടുതലും കാണുന്നത് ഫെയർ സ്കിൻ ആയിട്ടുള്ള ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് ഇത് കാണുന്നത്. അതിന് ഒരുപാട് റീസൺസും ഒക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സൺലൈറ്റ് എക്സ്പോഷർ ഇല്ലാതിരിക്കുക, ഇതെല്ലാം ഈ MS പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അതാണ് കൂടുതലായിട്ടും ആ ഏരിയാസിൽ കാണുന്നതിനുള്ള റീസൺ പറയുന്നത്. പക്ഷേ ഇപ്പൊ ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ലക്ഷണങ്ങളും അത് ക്യൂർ ചെയ്യാനുള്ള സാധ്യതയും എങ്ങനെയാണ്? ഇപ്പോൾ കാഴ്ചയാണ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് എത്ര വേഗം നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും? മറ്റ് ലക്ഷണങ്ങൾ എങ്ങനെയാണ്? കാഴ്ച നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത്. ഒപ്റ്റിക് നെർവാണ് നമ്മുടെ കണ്ണിലെ ഞരമ്പ്, തലച്ചോറിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ഞരമ്പിനെയാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ആ ഞരമ്പിന്റെ കോട്ടിംഗ് പോകുന്നതാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. അത് വരുമ്പോഴാണ് നമുക്ക് വിഷൻ പോകുന്നത്.
പെപ്റ്റിക് നെറൈറ്റിസ് വന്നാൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടാണ് ഈ ചോദിച്ച ക്വസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിന് ഒരു അക്യൂട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയും. പെട്ടെന്ന് വരുന്ന സിംറ്റംസിനെ നമ്മൾ അക്യൂട്ട് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അത് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിന്റെ പ്രത്യേകത അത് വീണ്ടും വീണ്ടും വരാം. അതൊരു റിലാപ്സിംഗ് റെമിറ്റിംഗ് ഡിസീസാണ്. ഒരു പ്രാവശ്യം വന്നു, പിന്നെ അത് കുറേ റിക്കവർ ചെയ്തു, വീണ്ടും വന്നു, അങ്ങനെ ഡിസബിലിറ്റി അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിലെ ഈ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്ന ഒരു സിംറ്റം വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ അക്യൂട്ട് അറ്റാക്ക് ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ പൾസ് മീഥൈൽ പ്രഡ്നിസോളോൺ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനാണ് ബേസിക് ആയിട്ട് കൊടുക്കുന്നത്. അത് 1 ഗ്രാം വെച്ച് 5 ദിവസം നമ്മൾ എടുക്കും. അത് എത്ര നേരത്തെ എടുക്കുന്നു അത്രയും റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. യൂഷ്വലി നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മാസം കൊണ്ട് 90% റിക്കവറി കിട്ടും. പക്ഷേ ചില ആൾക്കാർക്ക് അതിന് മുമ്പ് തന്നെ റിക്കവറും ചെയ്യും. പക്ഷേ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വിഷൻ മോശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു ലക്ഷണങ്ങൾ ഇപ്പോൾ കീഴ്പോട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ 4 കണ്ടീഷൻസ് വന്നാലും ഇപ്പം ബാലൻസ് ഇല്ലായ്മ, അത് തലച്ചോറിലെ സെറിബെല്ലം എന്ന് പറയുന്ന ഏരിയ, ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ, അതിന്റെ കണക്ഷൻസിന് തകരാറ് വരുമ്പോഴാണ് ബാലൻസ് ഇല്ലായ്മ വരുന്നത്. ബ്രെയിൻ സ്റ്റെം സിൻഡ്രോം ആണ് ഈ കണ്ണിന്റെ ചലനത്തിലുള്ള തകരാറ്, രണ്ടായിട്ട് കാണുക, മുഖത്തെ പെയിൻ, ഇതൊക്കെ വരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള സിംറ്റംസ് ഏത് വന്നാലും സ്പൈനൽ കോഡിന് ഡാമേജ് വരുമ്പോഴാണ് അരയ്ക്ക് താഴെ സ്തംഭിക്കുക അല്ലെങ്കിൽ മരവിപ്പ് പോലുള്ള സിംറ്റംസ്. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം സെയിം ആണ്, എറ്റിയോളജി സെയിം ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് സെയിം ആണ്. നമ്മൾ കണ്ണിലേതായാലും ഇതായാലും ഏതായാലും നമ്മൾ മെഥോപ്രഡ്നിസോളോൺ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻസ് ആണ് ആദ്യം എടുക്കുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും അതിൽ നല്ല ഇത് കിട്ടും. അത് ഇംപ്രൂവ് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ ആന്റിബോഡീസ്, ബ്ലഡിലുള്ള ആന്റിബോഡീസ് ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു കണ്ടീഷൻ ചെയ്യാറുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് വരുന്നു, റിക്കവർ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പ്ലാസ്മ എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. പ്ലാസ്മ ഫിൽട്ടർ ചെയ്ത് ആ ആന്റിബോഡീസ് റിമൂവ് ചെയ്യുന്ന കണ്ടീഷൻ. ഇതൊരു അക്യൂട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഇത് വീണ്ടും വരാതിരിക്കുന്നതിന് നമ്മൾ വേറെ ഒരുപാട് ഓറൽ ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കാവുന്ന മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വേറെ ഇഞ്ചക്ഷൻസസ് ഉണ്ട്, ഒരുപാട് മെഡിക്കേഷൻസ്, ഒക്രലിസിമാബ്, റിട്ടുക്സിമാബ്, അലൻറ്റിസിമാബ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡീസ് ഒരുപാടെണ്ണം നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഏത് പേഷ്യന്റിനെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിന് കറക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഈ MS ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ ഇവിടെ വായിച്ച മുഖത്തിന്റെ ഒരു വശത്ത് ഒരു വലിയൊരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എങ്ങനെ ഇരിക്കും, ഏകദേശം അതുപോലെയാണ് എനിക്ക് MS അനുഭവപ്പെടുന്നതെന്നൊരു സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് സൽമാൻ ഖാൻ ഒരു ഷോയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു പെയിൻ വന്ന് അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതും ഇതാണോ അതോ ഇത് മറ്റൊരു അസുഖമാണോ, എങ്ങനെയാണ്? ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ മുഖത്ത് ഷോക്ക് അടിക്കുന്നതാണൊക്കെയുള്ള പെയിൻ വരുന്നതിനെയാണ് ട്രൈജമിനൽ ന്യൂറാൾജിയ എന്നാണ് പറയുന്നത്. ട്രൈജമിനൽ ന്യൂറാൾജി മുഖത്തിന് സപ്ലൈ ചെയ്യുന്ന 5ാമത്തെ തലച്ചോറിൽ നിന്നുള്ള ഞരമ്പിന്റെ പേരാണ് ട്രൈജമിനൽ നെർവ്. ആ ട്രൈജമിനൽ നെർവിന്റെ കോട്ടിങ്ങിന് ഡാമേജ് വരുമ്പോഴാണ് ട്രൈജമിനൽ ന്യൂറാൾജി വരുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ച ട്രൈജമിനൽ ന്യൂറാൾജിയ പല കാരണങ്ങളാൽ വരാം. അതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. സൽമാൻ ഖാനൊക്കെ പറയുന്നത് വേറെ പ്രോബ്ലത്തിന്റെ ഇഡിയോപതിക് ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നുണ്ട്. അത് MS ആവണമെന്ന് നിർബന്ധം. പക്ഷേ ട്രൈജമിനൽ ന്യൂറാൾജിയ മേ ബി ആൻ ഇനിഷ്യൽ പ്രസന്റേഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. മൈഗ്രെയിൻ വരുന്നവർക്ക് MS വരാനുള്ള സാധ്യതയുണ്ടോ, അതോ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് കെട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൈഗ്രെയിനും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസുമായിട്ടുള്ള ബന്ധം വളരെ ലിമിറ്റഡ് ആണ്. മൈഗ്രെയിൻ ഇൻ ഫീമെയിൽസ് സ്ട്രോക്കുമായിട്ട് അസോസിയേറ്റഡ്. നമ്മൾ അസുഖം ഭേദപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ചെറുപ്പക്കാർക്കിടയിലാണ് വരുന്നത്. നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഇതിനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ ഒരാൾ പ്രായം കൂടുമ്പം സന്തോഷിക്കുന്ന ഒരേ ഒരു അവസ്ഥയേ ഉള്ളൂ. അത് എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ അവരിൽ ഒരാളുടെ കമന്റ് ആണ്, ഡോക്ടറെ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് 50 വയസ്സായാൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആ ഏജ് കൂടുന്നതനുസരിച്ച് പിന്നെ വരാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അപ്പോൾ ഇതിന്റെ യങ് ഏജിൽ വരികയാണെങ്കിൽ 50സിലൊക്കെ ആയാൽ അവർക്ക് നമ്മൾക്ക് മെഡിസിൻസസ് എല്ലാം യൂഷ്വലി പതുക്കെ ഡിസീസ് ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യും. പ്രായം കൂടുന്തോറും സന്തോഷിക്കുന്ന അസുഖമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇപ്പോൾ വലിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, കോവിഡിന് ശേഷമാണ് എൻ്റെ ആരോഗ്യം ആകെ ഇങ്ങനെ നശിച്ചത്, അല്ലെങ്കിൽ കോവിഡിന് ശേഷമാണ് ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. MS-ന്റെ കാര്യത്തിലും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കോവിഡും അല്ലെങ്കിൽ നമ്മളെടുത്ത വാക്സിനും ഈ MS-ഉം തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു കണക്ഷൻ ഉണ്ടോ? ഒരു സയന്റിഫിക്കലി പ്രൂവൺ അസോസിയേഷൻ നമുക്ക് പറയാൻ പാടാണ്. പക്ഷേ ഈ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ട്രിഗേർഡ് ബൈ വൈറൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ നമ്മൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ട്രിഗർ ചെയ്യുന്നത്. ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിന് അഗൻസ്റ്റ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്റിബോഡീസ് ക്രോസ് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി വരുന്നത്. അപ്പം ഈ ആന്റിബോഡീസ് ഇപ്പം നമ്മുടെ നെർവിന്റെ കോട്ടിംഗ് മൈലിനുമായിട്ട് മിമിക് ചെയ്യുകയാണെങ്കിൽ അതിന് അഗൻസ്റ്റ് ഇത് ആക്ട് ചെയ്യും. സോ എനി വൈറൽ ഇൻഫെക്ഷൻ ഓർ എനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, എനി ഇൻഫെക്ഷൻ ക്യാൻ ട്രിഗർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ MS എന്നല്ല, എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ക്യാൻ ബി ട്രിഗേർഡ് ബൈ ദിസ് വൺ. അതേപോലെ തന്നെ വാക്സിൻസും എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഇമ്മ്യൂൺ സ്റ്റിമുലേഷൻ ആണ്. അപ്പോഴും ഈ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത് ക്രോസ് റിയാക്ട് ചെയ്താൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എല്ലാം ട്രിഗർ ചെയ്യും. ആ സ്പെക്ട്രത്തിൽ തന്നെയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരുന്നത്. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന സ്പെക്ട്രമാണ്. ജോയിൻസിനെ അഫക്ട് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം, അതേപോലെ തന്നെ ലൂപ്പസ്, SLE, അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഈ മസിൽസിനെ അഫക്ട് ചെയ്യുന്നതിന് പോളിമയോസൈറ്റിസ് എന്ന് പറയും. ഇതെല്ലാം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ സ്പെക്ട്രമാണ്. അത് ഓരോരോ ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് 30 വയസ്സ് വരെ എനിക്കൊരു പനി പോലും വന്നതായിട്ട് ഓർമ്മയില്ല എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ ഇവിടെയും? ഇത്രയും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാർക്കായിരിക്കാം ഒരു പക്ഷേ ഇത് വരുന്നത് അല്ലേ? അത് വളരെ ഹെൽത്തി
ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊരു ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ സിൻഡ്രമാണ്. നമ്മൾ ഈ പറയുന്ന കണക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ട് വരുന്ന അസുഖമല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഒബിസിറ്റി ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ രക്തക്കുഴലുകളിൽ അടവ് വന്ന് സ്ട്രോക്ക്, പക്ഷാഘാതം പോലുള്ള സിംറ്റംസ് വരുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് പോലുള്ള കണ്ടീഷൻസ് അങ്ങനല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്റെഗുലേഷൻ, ഇറ്റ്സ് ആൻ ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ സിൻഡ്രോം. ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന തകരാറിന്റെ പാർട്ടായിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്ത് വരുന്ന കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരാണ്, കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണോ? അതായത് പ്രഗ്നൻസിയും വിവാഹവും അല്ലെങ്കിൽ നോർമൽ ഒരു ലൈഫ് ഇത്തരത്തിലുള്ള അസുഖമുള്ള ആൾക്കാർക്ക് പോസിബിൾ ആണോ? MS ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും ചെറിയ ഏജിലുള്ള MS കണ്ടേക്കുന്ന 8 വയസ്സിലുള്ള കുട്ടികൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസ് കണ്ടിട്ടുണ്ട്. 54 വയസ്സ് വരെയുള്ള ആൾക്കാരും MS ആയിട്ട് പ്രസന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരുപാട് പേഷ്യൻസ് നമ്മളൊരു മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ക്ലിനിക്ക് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു 15 വർഷമായിട്ട് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് പേഷ്യൻസ് നമ്മൾ റെഫർ ചെയ്ത് കാണാറുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസിന്റെ ഇതെന്ന് വെച്ചാൽ അവർക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഇനിഷ്യൽ ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഒരു ഫസ്റ്റ് അറ്റാക്ക് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വന്നു, 2 ആയിട്ട് കാണുന്നു, നമ്മൾ MRI എടുക്കും. ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2024 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മക്ഡൊണാൾഡ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മനസ്സിലല്ല. ആ ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് അത്യാവശ്യമാണ്. ഒന്ന് MRI, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന്റെ MRI, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു നോർമൽ പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്ന MRIക്ക് സ്ട്രെങ്ത് ഒരുപാടുണ്ട്, 1.5, 0.2 അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ 2024 ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഐഡിയലി ഇറ്റ് ഷുഡ് ബി എ 3 ടെസ്ല MRI. 3 ടെസ്ല MRIയിൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വരുമ്പോൾ വരുന്ന ലീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാക്സ് എന്ന് പറയും. പ്ലാക്സ് ആ കോട്ടിംഗ് പോയി വരുന്ന ഏരിയാസ്. അപ്പോൾ ഈ 3 ടെസ്ല MRIയിൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ പ്ലാക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സോ മൾട്ടിപ്പിൾ സ്ക്ലെറോസിൽ നമ്മൾ ബ്രെയിനിന്റെയും സ്പൈനിന്റെയും MRI എടുക്കും. ഈ കണ്ണിലെ ഞരമ്പിന്റെ കോട്ടിംഗ് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വിഷ്വൽ ഇവോക്ഡ് പൊട്ടൻഷ്യൽ, ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി, അങ്ങനെ ചില ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നട്ടലിൽ നിന്നൊരു ഫ്ലൂയിഡ് കുത്തിയെടുത്ത് നോക്കും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിനകത്ത് ഈ ആന്റിബോഡീസ്, ഒളിഗോക്ലോണൽ ബാൻഡ്സ് എന്നാണ് പറയുന്നത്, അത് എലിവേറ്റഡ് ആണോ എന്നുള്ളത് നോക്കും. ഇങ്ങനെയുള്ള കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഇതെല്ലാം ആ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒരേ സമയത്ത് അഫക്ട് ചെയ്യും. ബ്രെയിനിൽ തന്നെ പല റീജിയൻസിൽ ഇത് അഫക്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ക്രൈറ്റീരിയ വരുന്നത്. ഇതനുസരിച്ചിട്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ MRIയിലെ ലീഷൻ ലോഡ് എന്ന് പറയും. ലീഷൻ ലോഡ്, എത്ര പ്ലാക്സ് ഉണ്ട് എന്നുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലങ്ങളിൽ ട്രീറ്റ്മെന്റിന് വേറൊരു പാറ്റേണാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മളെപ്പോഴും ശക്തി കുറഞ്ഞൊരു മെഡിസിൻ ഉപയോഗിക്കും, വീണ്ടും വരുന്നെങ്കിൽ വേറൊരു ലെവൽ, വീണ്ടും വരുന്നെങ്കിൽ പിരമിഡ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് പറഞ്ഞത്, പിരമിഡ് പാറ്റേൺ ഓഫ് ട്രീറ്റ്മെന്റ്. ഇപ്പം അങ്ങനെയല്ല. പുതിയ ഗൈഡ് ലൈൻസ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ലീഷൻ ലോഡ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പേഷ്യന്റ് സെലക്ഷൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് അറ്റാക്ക് ആണെങ്കിൽ പോലും നല്ല ലീഷൻ ലോഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ലീഷൻസ് ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ടെങ്കിൽ യു ഷുഡ് ട്രീറ്റ് അഗ്രസീവ്ലി എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ആൻ അഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. സോ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് വരാതിരിക്കാനുള്ള ഹയർ എൻഡിലുള്ള ഇഞ്ചക്ഷൻസിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഡയഗ്നോസ് ചെയ്തു, ലീഷൻ ലോഡൊക്കെ വളരെ കുറവാണ്, കുറച്ച് പ്ലാക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചെറിയ ഡൈമീഥൈൽ ഫിമറേറ്റോ അല്ലെങ്കിൽ ഫിങ്കോളിമോഡ്, അങ്ങനെയൊക്കെയുള്ള ടെറിഫ്ലൂണമൈഡ്, അങ്ങനെയൊക്കെയുള്ള ഓറൽ ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യുകയും നമ്മൾ ഒരു 6 months to 1 year MRI റിപ്പീറ്റ് ചെയ്ത് നോക്കി ഡിസീസ് ആക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചെറിയ തോതിലും ഇത് വരാറുണ്ട്, അതായത് ഒരു മരവിപ്പ് പോലെ നമ്മൾ പലരും മിസ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ത്രീകളുടെയൊക്കെ ഈ തുടയുടെ ഇത്രയും ഭാഗത്ത് മാത്രം ഒരു മരവിപ്പ്, അല്ലെങ്കിൽ ട്രങ്കിൽ ഇത്രയും ഭാഗത്ത് മാത്രം ഒരു മരവിപ്പ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആയിട്ട് അത് വരും. അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി ഐഡന്റിഫൈ ചെയ്ത് ആ ഏരിയയുടെ സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഏരിയയിൽ സ്പൈനൽ കോഡിൽ പ്ലാക്സ് കാണാൻ പറ്റും. അപ്പോൾ അത് യൂഷ്വലി മിസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള സെൻസറി സിംറ്റംസ് ഒക്കെ മാത്രമായിട്ട് ചോദിച്ചാൽ കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൻസറി സിംറ്റംസ് ഒക്കെ ആയിട്ട് മാത്രം വന്നാൽ അത് ആദ്യം മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധ്യതയില്ലാതെ, CT സ്കാനിൽ ഡീമൈലിനേറ്റിംഗ് ലീഷൻസ് കാണാൻ പാടാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുമ്പം ഇപ്പം നമ്മൾ ഈ ഒരുപാട് കേസ് ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ റീസണും അതാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ഈ പലരും ഇതിനെ മനസ്സിന്റെ അസുഖമായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ഹിസ്റ്റീരിക്കൽ എന്ന് പറയും, ഡിസോസിയേഷൻ എന്നൊക്കെ പറയും. ചിലർ യങ് ഫീമെയിൽസ് പെട്ടെന്ന് അവർ കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയതായിരിക്കും, പെട്ടെന്ന് അവരുടെ ഒരു കാലും തളർന്നു, ആ കാലും മൊത്തം പെരുത്തു, ഈ കാലിലും കുറച്ച് പെരും. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു CT സ്കാൻ എടുക്കും, അല്ലെങ്കിൽ അന്നത്തെ MRIs എന്ന് പറഞ്ഞാൽ 0.2 ടെസ്ല MRI ആണ്. അതെടുക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല. അപ്പോൾ they will be labeled as a dissociation എന്ന് പറയും, ഹിസ്റ്റീരിക്കൽ എന്ന് പറയും.
മനസ്സിൻ്റെ ആണെന്ന് പറയും, ട്രീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഇത് കുറേ സമയം കഴിയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ചൊക്കെ റിക്കവർ ചെയ്യും. പക്ഷേ ദേ വിൽ ഹാവ് ഡിസബിലിറ്റീസ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞ പുതിയ MRIs ഇതും എല്ലാം വന്നതുകൊണ്ടാണ് ഈ ഒരുപാട് കേസസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത തലമുറയിലേക്ക് വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? പാരമ്പര്യമാണോ? ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതൊരു ടോട്ടലി ഇൻഹെറിറ്റഡ് ഡിസീസ് അല്ല. അപ്പോൾ ഒരാൾക്ക് ഒരു സിബിളിങ്ങിനുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് വരാനുള്ള അസോസിയേഷൻ കൂടുതലാണ്. ഓട്ടോ ഇമ്മ്യൂൺ HLA അസോസിയേഷൻ ഉണ്ട് അതിന്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാതെ നമ്മളുടെ പല ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിനെ, പാർക്കിൻസോണിസോ അല്ലെങ്കിൽ ഡെമൻഷ്യയോ അങ്ങനെയുള്ള ഡിസീസസിനെ പോലെ ഒരു പാരമ്പര്യം ഹിസ്റ്ററി ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു അസുഖമല്ല മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്.